ഹായ്, വെൽക്കം ബാക്ക് ടു വോക്സ്വേയിങ്. ഇന്ന് നമ്മൾ പുതിയ ഒരു ആപ്പിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. ഓൺലൈൻ ക്ലാസ്സുകളുടെ കാലഘട്ടത്തിൽ നമ്മൾ പ്രധാനമായിട്ടും വളരെ സേഫായിട്ട് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഗൂഗിൾ മീറ്റ് എന്ന ആപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഗൂഗിൾ മീറ്റ് എന്ന ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നും അത് എങ്ങനെ ഉപയോഗിക്കാം എന്നുമാണ് ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത്. ഇതിനായി നമ്മൾ ആദ്യം ഫോണിലെ പ്ലേ സ്റ്റോർ സെലക്ട് ചെയ്യുക. പ്ലേ സ്റ്റോർ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സെർച്ച് എഞ്ചിൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ ഗൂഗിൾ മീറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ഗൂഗിൾ മീറ്റ് എന്നിട്ട് നമ്മൾ സെർച്ച് ചെയ്യുക. അവിടെ താഴെ നമുക്കൊരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. അവിടെ ആ ഗ്രീൻ ഡോട്ടുള്ള ഭാഗത്ത് ഇൻസ്റ്റാൾ എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഗൂഗിൾ മീറ്റ് എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വളരെ കുറഞ്ഞ MB മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ഇൻസ്റ്റാളിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ ഓപ്പൺ എന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അലോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഇമെയിൽ ID ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടും. അതിൽ നിങ്ങൾ ഏത് ഇമെയിൽ വെച്ചിട്ടാണോ തുറക്കുന്നത് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഗൂഗിൾ മീറ്റ് എന്ന ആപ്പ് ഓപ്പൺ ആയിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളിങ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ എങ്ങനെയാണ് ഗൂഗിൾ മീറ്റ് ഓപ്പറേറ്റ് ചെയ്യുക എന്നാണ് പറയാൻ പോകുന്നത്. സാധാരണ ആരാണോ മീറ്റിംഗ് നടത്തുന്നത് അയാൾ നമുക്ക് ആ മീറ്റിംഗ് ID വാട്സപ്പ് വഴിയാണ് അയച്ചു തരാറ്. അപ്പം ഇതുപോലെയുള്ള ഒരു ID ആയിരിക്കും നമുക്ക് അയച്ചു തന്നിട്ടുണ്ടാവുക. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കും ഏത് ആപ്പിലാണ് ഓപ്പൺ ആക്കേണ്ടത്. നമ്മൾ ഗൂഗിൾ മീറ്റ് സെലക്ട് ചെയ്യുക. ഗൂഗിൾ മീറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ 2 ബട്ടണുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആസ്ക് ടു ജോയിൻ ദെൻ പ്രസൻറ്റ് എന്ന്. അവിടെ നമ്മൾ ആസ്ക് ടു ജോയിൻ എന്ന് സെലക്ട് ചെയ്യുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ഗൂഗിൾ മീറ്റ് നടത്തുന്നത് അയാളുടെ പെർമിഷനാണ് നമ്മൾ ചോദിക്കുന്നത്. പെർമിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇനി മീറ്റിങ്ങിൽ കയറി കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾക്കറിയേണ്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. അവിടെ 3 ഓപ്ഷൻസാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്നാമത്തേത് മൈക്രോഫോണിൻ്റെ ഓപ്ഷനാണ്. മൈക്രോഫോണിൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാനുള്ള സമയത്ത് നമ്മൾ ആ മൈക്രോഫോൺ ഓൺ ചെയ്യുക. ഇപ്പോൾ അവിടെ നിങ്ങൾക്ക് അത് മൈക്രോഫോൺ ക്രോസ് ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ മീറ്റിങ്ങിലുള്ള ആളുകൾക്ക് കേൾക്കാൻ സാധിക്കില്ല. നമ്മൾ അവിടെ ജസ്റ്റ് ടച്ച് ചെയ്യുക. അപ്പോൾ മാത്രമേ നമുക്ക് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. പ്രധാനമായിട്ടും നമ്മൾ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അത് ഓഫ് ചെയ്തിടാറാണ് പതിവ്. നമുക്ക് സംസാരിക്കേണ്ട സമയത്ത് മാത്രം നമ്മളത് ടച്ച് ചെയ്ത് ഓപ്പൺ ആക്കുക. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ആ മീറ്റിംഗ് കട്ട് ചെയ്ത് പുറത്തേക്ക് പോരാനുള്ള ഓപ്ഷനാണ് രണ്ടാമത്തെ ഓപ്ഷൻ. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ക്യാമറയുടെ ഓപ്ഷനാണ്. നമ്മളെ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ആ ഓപ്ഷൻ അവിടെ ഉള്ളത്. ഇനി നമ്മളത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ടച്ച് ചെയ്യുന്ന സമയത്ത് അത് ക്രോസ് ആയി കഴിഞ്ഞാൽ നമ്മളെ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കില്ല. നമ്മുടെ പ്രൊഫൈൽ പിക്ചറാണ് മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണത്. ഇത്രയും കാര്യങ്ങളാണ് ഗൂഗിൾ മീറ്റിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് ഗൂഗിൾ മീറ്റ്. ഇപ്പോൾ LKG മുതൽ വലിയ വലിയ മീറ്റിങ്ങുകൾ വരെ നടക്കുന്നത് ഗൂഗിൾ മീറ്റിലാണ്.
അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്പാണ് ഗൂഗിൾ മീറ്റ്. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കേ.